ചാമ്പ്യൻസ് ട്രോഫിയിൽ ദയനീയ പ്രകടനമാണ് ആതിഥേയരായ രാജ്യമായ പാകിസ്ഥാൻ കാഴ്ചവെച്ചത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരത്തിൽ ഒരു മത്സരത്തിൽ പോലും ജയിക്കാതെ പുറത്തായ ടീമിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. ഇപ്പോഴിതാ പാകിസ്ഥാന്റെ തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ സൂപ്പർ താരം ഷാഹിദ് അഫ്രീദി. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് മൂലം പാകിസ്ഥാൻ ക്രിക്കറ്റ് ഐസിയുവിലാണെന്ന് മുൻ പാക് താരം ഷാഹിദ് അഫ്രീദി പറഞ്ഞിരുന്നു. ഓൾറൗണ്ടർ ഷദാബ് ഖാൻ T20 ടീമിലേക്ക് തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് അഫ്രീദിയുടെ പ്രതികരണം. എന്തടിസ്ഥാനത്തിലാണ് ഷദാബിനെ ടീമിലേക്ക് തിരിച്ചു വിളിച്ചതെന്നും ആഭ്യന്തര ക്രിക്കറ്റിലെ അദ്ദേഹത്തിന്റെ പ്രകടനം എങ്ങനെയാണെന്നും അഫ്രീദി ചോദിച്ചു. പരിശീലകർ അവരുടെ ജോലി സംരക്ഷിക്കാൻ താരങ്ങളെ കുറ്റപ്പെടുത്തുന്നു. മാനേജ്മെന്റ് അവരുടെ കസര സംരക്ഷിക്കാൻ താരങ്ങളെയും പരിശീലകരെയും കുറ്റപ്പെടുത്തുന്നു. ഇത് ദുഃഖകരമാണെന്നും അഫ്രീദി കൂട്ടിച്ചേർത്തു. PCB ചെയർമാൻ മൊഹ്സിൻ നഖ്വി പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ കാണുന്നതെന്നും എന്നാൽ അദ്ദേഹത്തിന് ക്രിക്കറ്റിനെ കുറിച്ച് അധികം അറിയില്ലെന്നും മുൻ പാക് താരം പറഞ്ഞു. അടുത്തിടെയാണ് ന്യൂസിലാൻഡിനെതിരായ ഏകദിന T20 പാക് ടീമിനെ പ്രഖ്യാപിച്ചത്. ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാനും മുൻ ക്യാപ്റ്റൻ ബാബർ ആസമിനും T20 ടീമിലെ സ്ഥാനം നഷ്ടമായപ്പോൾ പേസ് ബൗളർമാരായ ഷഹീൻ ഷാ അഫ്രീദി, ഹാരിസ് റൌഫ്, ബാറ്റർമാരായ ഷൌദ് ഷക്കീർ, കമ്രാൻ ഗുലാം എന്നിവർക്ക് ഏകദിന ടീമിലെ സ്ഥാനവും നഷ്ടമായി. റിസ്വാനെ ഏകദിന ടീമിന്റെ ക്യാപ്റ്റനായി നിലനിർത്തിയിട്ടുണ്ട്. ബാബർ ആസമും ടീമിൽ ഇടം നേടി. T20 ടീമിനെ നയിക്കുന്നത് സൽമാൻ അലി ആകെയാണ്. ഷദാബ് ഖാനാണ് വൈസ് ക്യാപ്റ്റൻ. വെസ്റ്റ് ഇൻഡീസിലും USA-യിലുമായി നടന്ന T20 ലോകകപ്പിന് ശേഷം ഒരൊറ്റ T20 മത്സരം പോലും ഷദാബ് കളിച്ചിരുന്നില്ല. ന്യൂസിലാൻഡിനെതിരെ അവരുടെ മണ്ണിൽ നടക്കുന്ന പാകിസ്ഥാന്റെ T20 ഏകദിന പരമ്പരയിൽ നിന്ന് പാകിസ്ഥാൻ ബാറ്റിംഗ് പരിശീലകനായ മുഹമ്മദ് യൂസഫ് പിന്മാറി. വ്യക്തിപരമായ കാരണങ്ങളാലാണ് പിന്മാറ്റമെന്നാണ് റിപ്പോർട്ടുകൾ. ബുധനാഴ്ച ടീം ന്യൂസിലാൻഡിലേക്ക് പുറപ്പെടുമ്പോൾ യൂസഫിന് പകരക്കാരനെ നിയമിക്കില്ലെന്ന് PCB അറിയിച്ചു. പാകിസ്ഥാന്റെ പരാജയപ്പെട്ട ചാമ്പ്യൻസ് ട്രോഫി സീസണിന് ശേഷം 5 T20 മത്സരങ്ങളും 3 ഏകദിന മത്സരങ്ങളും ഉൾപ്പെടുന്ന വരാനിരിക്കുന്ന പരമ്പരയുടെ ബാറ്റിംഗ് പരിശീലകനായി യൂസഫിനെ നിയമിച്ചിരുന്നു. PCB താൽക്കാലിക ഹെഡ് കോച്ചായി ആഗിബ് ജാവേദിനെയും അസിസ്റ്റന്റ് കോച്ചായി അസ്ഹർ മഹ്മൂദിനെയും നിലനിർത്തിയിരുന്നു. സപ്പോർട്ട് സ്റ്റാഫിലെ ഏക പുതിയ അംഗം കൂടിയായിരുന്നു യൂസഫ്. സ്ഥിരം നിയമനം നേടുന്നതിനാൽ ടൂറിന് ശേഷം ഹെഡ് കോച്ച് സ്ഥാനത്തേക്ക് പരസ്യം നൽകുമെന്ന് ക്രിക്കറ്റ് ബോർഡ് പ്രഖ്യാപിച്ചു. നിലവിൽ PCBയുടെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ സീനിയർ കോച്ചായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു യൂസഫ്.